എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വാഴയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് സ്ലൈസായിട്ട്. പിന്നെ ഇതും കാണിച്ചു തരാം. മുളക് ബജ്ജി. ഇതിൻ്റെ ഉള്ളിലത്തെയൊക്കെ കളഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ട് മുറിക്കില്ല, ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ 2 ഓക്കെ, നമുക്ക് ഇത് രണ്ടും ബജ്ജി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. 2 കാണിച്ചു തരാം ബജ്ജി. ഇതും കാണിച്ചു തരാം. ബജ്ജിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പുളി, കുറച്ച് നമ്മൾ കായം, വലിയ കട്ടക്കായം ഞാനൊന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്. കുറച്ച് കായും ഇട്ടിട്ടുണ്ട്. ഇത് മിക്സ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് വേണം നമ്മൾ വേറെ മേലെ സ്റ്റഫ് ഉണ്ടാക്കണം നമുക്ക്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. കടലപ്പൊടി 1 സ്പൂണ്. 1 സ്പൂൺ ഇട്ടില്ലേ, അതിൽ 4 സ്പൂൺ കടലപ്പൊടി. വേണ്ട ഉപ്പ്, അധികം ഉപ്പാവരുത് കേട്ടോ. മുളക് പൊടി, കാശ്മീരി ചില്ലി, അത് മഞ്ഞൾപ്പൊടി പൊടിച്ച് വെച്ചിട്ടില്ലേ, നല്ല മണമാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അതും കുറച്ചിട്ടു. കൈ കൊണ്ട് എല്ലാവിടെയും മിക്സ് ചെയ്യണം. മാവ് മതിയാവുമോ എന്നറിയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് 2 ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ ബാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് മാവ് ചേർക്കുക. കുറച്ച് വെള്ളം അധികം ചേർക്കരുത്, നോക്കിയിട്ട് ചേർക്കണം. ഞാനിപ്പോൾ 2 സ്പൂണ് നമ്മൾ പരച്ച് വെച്ചതാണ് ഞാൻ ഇഡ്ഡലിക്ക്. പുളിക്കാൻ പാടില്ല. അതും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ പുളീൻ്റെ കൂട്ട് കുറച്ച് എടുത്തിട്ട് സ്റ്റഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2ൻ്റെ ഉള്ളിലും സ്റ്റഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. കായെ പറ്റിക്ക് ഞാൻ കുറച്ച് സോഡ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് പൊന്തി കിട്ടും. ഓക്കെ, നന്നായി പൊന്തി വരും. 2 അതും ഇടാം. മറ്റേ മുളക് ബജ്ജിക്ക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഇതിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് നമ്മുടെ കായ ബജ്ജി എല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഞാനിപ്പോൾ ആ പുളിക്കൂട്ടിലും ഉപ്പിട്ടിട്ടുണ്ട്, ഇതിലും ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. എല്ലാത്തിലും വേണ്ട ഉപ്പിടണം. മാവിലും ഉപ്പിടണം, ആ പുളിക്കൂട്ടിലും കുറച്ച് ഉപ്പിടണം, അല്ലാണ്ട് വല്ലാണ്ട് പുളിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ അത്ര തന്നെ ടേസ്റ്റ് ഇല്ല. ഓക്കെ, കായ ബജ്ജി, മുളക് ബജ്ജി റെഡി. അതിൻ്റെ കൂടെ ടീ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. മാവും ചേർത്തിട്ടുണ്ട്, പിന്നെ പെരുങ്കായം, വലിയ പെരുങ്കായം പൊടിച്ച് ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.